ആരാണ് ഉള്ളത്? എന്റെ വീട്ടിലത്തെ എല്ലാ വാഴയും അവൻ തിന്നു. ഇത് ആരുടെ വീട്ടിലത്തെ പശുവാണോ എന്തോ? എന്റെ ബനാന ഫാമില് എല്ലാ ബനാന ഫാമിലത്തെ എല്ലാ വാഴകളും ഈ പശു നശിപ്പിച്ചു. ആരാണ് ഈ പശുവിന്റെ ഓണർ? എനിക്ക് തോന്നുന്നു അപ്പുറത്തെ വീട്ടിലത്തെ ഓണറാന്നുണ്ട്. പുതിയ വീട്ടുകാര് മനുഷ്യനെ രാവിലെ തന്നെ മെനക്കെടുത്താനായിട്ട് ഓരോരുത്തന്മാര് വന്നോളും. മനുഷ്യന്റെ തൊഴുത്തും ഒരുത്തനപ്പുറം തൊഴുത്തിയിട്ടാണ്. എടാ ഫ്രാങ്ക്ലിന്, ഇങ്ങോട്ട് ഓടാ ഫ്രാങ്ക്ലിന്. എടാ ബുദ്ധിയില്ലാത്തവനെ, ഒന്ന് വാടാ ഇങ്ങോട്ട്. അവന്റെ ആ പശുവിനെ കൊണ്ട് മനുഷ്യൻ തോറ്റ്. മനുഷ്യന്റെ ബനാന കൃഷിയാണ് ഇല്ലാണ്ടായത്. എല്ലാ വാഴകളും കടിച്ച് മുറിച്ച് തിന്ന് ഇപ്പൊ തിന്നുകൊണ്ടിരിക്കുന്ന ആ പശു അനുസരണയില്ലാത്ത കുരുത്തം കെട്ട പശു. ഏതവനാണ് രാവിലെ തന്നെ മനുഷ്യനെ ഉറക്കത്തീന്ന് ഇങ്ങനെ എണീപ്പിക്കുന്നത്? എവിടാ ചിഞ്ചാനെ? ഇവിടെ ഉണ്ടായത് അമ്മിണി പശു എവിടാ? ഓ ഓ ഓ അമ്മിണി പശു എനിക്ക് വന്ന് ചിഞ്ചാനുണ്ടല്ല രാവിലെ തന്നെ പുല്ല് തീറ്റിക്കാനായിട്ട് പാടത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവും. ഓ ഇങ്ങനെ വേണം പിള്ളേരായി കഴിഞ്ഞാല്. ഷിൻജാനെ, നിന്നെ കണ്ടുകടാ ഈ സ്കൂളിലത്തെ പിള്ളേരൊക്കെ കണ്ട് പഠിക്കാനായിട്ട്. എടാ ബുദ്ധിയില്ലാത്ത ഫ്രാങ്ക്ലിന്, ഒന്ന് ഇങ്ങോട്ട് വന്ന്. നിന്നെ കൊണ്ട് ഞാൻ തോറ്റ്. ഒന്ന് പോടാ ഇങ്ങോട്ട്, കുരുത്തം കെട്ടവരെ. കുരുത്തം കേട്ടതാ? എടാ കിളവാ, ദാ വരുന്ന്. എന്താണ് രാവിലെ തന്നെ ഈ കിളവന്റെ പ്രശ്നം? അവന്റെ പല്ലങ്ങ് അടിച്ചു തിരിപ്പിക്കും. എന്താണ് കിളവാ? രാവിലെ തന്നെ ഓരോ പ്രശ്നമൊക്കെ വന്നോളും. എന്താണ് കാര്യം പറ. താൻ ഇവിടേക്ക് വീട് മാറിയതിന് ശേഷം മനുഷ്യനൊരു സ്വസ്ഥത പോലും ഇല്ല. കാര്യം പറ, എന്തുവാണ്? എടാ സ്വസ്ഥത ഇല്ലാത്തത് നിനക്കല്ല, എനിക്ക്. നീ ഇങ്ങോട്ട് വന്ന് നിന്റെ മറ്റേ പശു ഉണ്ടല്ല, ആ പശു കാരണം മനുഷ്യൻ പൊറുതിമുട്ടി. എന്റെ എല്ലാ വാഴക്കൃഷിയും നിന്റെ മൂഞ്ചിയ പശു ഉണ്ടല്ല നശിപ്പിച്ച ആ പശുവിന് ഞാൻ വെട്ടി തിന്നാൻ പോണ്. നമ്മുടെ പശുവാ? വെയിറ്റ്. എടാ നമ്മുടെ പശു ആണല്ലോ അത്. എടി അമ്മിണി പശു നിന്റെ അടുത്ത്. എടി അമ്മിണി പശു. എടാ ഷിൻജാന്, അമ്മിണി പശുവിനെ ഞാൻ വിചാരിച്ച് ഷിൻജാ പുല്ല് തീറ്റിക്കാനായിട്ട് പോയി കാണുന്നു. എനിക്ക് 7500 രൂപ ഇപ്പൊ കിട്ടണം, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കും. എന്റെ വാഴക്കൃഷി നശിപ്പിച്ചതാ. 7500? വെയിറ്റാക്ക്, പൈസ ഒക്കെ തരാ. എടി അമ്മിണി പശു, നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലടി പുറത്തോട്ട് പോകരുന്നത്. കൂടെ ആരടാ കെട്ടിക്കാഞ്ഞത്? വാ. എന്റെ പൈസയാ. പൈസ ഒക്കെ തരാ. എടി അമ്മിണി പശു ഇങ്ങോട്ട് വാ. എന്തിനാടി അമ്മിണി പശു മനുഷ്യന്മാര് രാവിലെ തന്നെ നീ പ്രശ്നം ഉണ്ടാക്കണത്? നിനക്ക് ആ തൊഴുത്തില് എന്തോരം ഫുഡ് നിനക്ക് ചിഞ്ചാൻ വെച്ചിരുന്നുണ്ട്. അത് കഴിച്ചത് നിനക്ക് എന്താ വരാൻ പോണത്? വേഗം വാ. ഇനി ഇവിടെ ചാണം കൂടെ ഇടല്ലോ നീ. ചാണം ഞാൻ കോരേണ്ടി വരും. ഇവിടെ പാട്ടകളും സാധനങ്ങളൊക്കെ ഉണ്ട്. സൂക്ഷിച്ചു വായോ കേട്ടാ. തിന്ന് കൊഴുത്തൂര് ശരീരം കണ്ട. വന്നിട്ട് അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് തിന്നേക്കണത്. ഞാന് ഈ അമ്മിണി പശുവിനെ പോയി തൊഴുത്തി കെട്ടട്ടെ, എന്നിട്ട് വേണം ഷിൻജാനെ വിളിച്ച് രണ്ട് ചീത്ത പറയാനായിട്ട്, മനുഷ്യന്മാരെ ഇടങ്ങേറാക്കാനായിട്ട്. ഇങ്ങോട്ട് വാ, ഓടി വാടി അമ്മിണി പശു. ഗൈസ്, ഈ അമ്മിണി പശുവിനെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് അടിക്കുക. ഓക്കെ, അമ്മിണി പശു നമുക്ക് ഒരുപാട് പാലൊക്കെ തരുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് അടിക്കുക. പറഞ്ഞ അനുസരിക്കുന്ന പശു ആയതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. കടക്കടി അങ്ങോട്ട് കേറി, അങ്ങോട്ട് തൊഴുത്തിലോട്ട്. മനുഷ്യനെ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് കൂടി കാണിച്ചിട്ട് വരുന്നില്ലേ? എടി കള്ളമ്മണി, കേറി ഇങ്ങോട്ട്. ഉമ്പോ തന്നെ ബാ ഇങ്ങോട്ട് കേറ്. ഇന്നുണ്ടല്ല ഇതിനൊരു ഗേറ്റ് ഫിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അമ്മണി ഞങ്ങൾ കെട്ടിയിടണം. നടക്കങ്ങോട്ട്, തൊഴുത്തി കിടക്കങ്ങോട്ട്. മേലാൽ അമ്മണി പശു ഇതിന് പുറത്തങ്ങനെ ഇറങ്ങിയാണ്ടല്ല, നിനക്കെന്താ ഞാൻ ഇവിടെ ഗേറ്റ് ഫിറ്റ് ചെയ്യാൻ പോണം. ആദ്യം ഞാൻ ആ ഷിൻജാനെ വിളിച്ച് രണ്ട് ചീത്ത പറയട്ടെ. എവിടെ പോയി കിടക്കുന്നവൻ? എടാ ഇവിടെ ബീച്ചിൽ എന്തോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ടല്ലോ. എന്തോ DJ പാർട്ടിയൊക്കെ. ഏതോ കപ്പലൊക്കെ വന്നിട്ട് നമ്മളറിയാണ്ട് ഇവിടെ പാർട്ടി DJ പരിപാടികളാ. ഞാൻ എന്തായാലും പോയി നോക്കട്ടെ എന്താണ് അവിടെ സംഭവിക്കണമെന്ന്. എന്തരോ ഇവിടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ജസ്കിയൊക്കെ. എന്റെ മോനെ, ഈ ജസ്കിയിൽ കയറാൻ പറ്റോ? ഇല്ല, ഈ ജസ്കിയിൽ കയറാൻ പറ്റത്തില്ല. ആ ജസ്കിയിൽ കയറാൻ പറ്റോ? ആ ജസ്കിയിൽ കയറാൻ പറ്റുന്നതാണ് തോന്നണത്. ആദ്യം ഇവിടത്തെ പാർട്ടി എന്നാണ് ഞാൻ അറിയട്ടെ, എന്നിട്ട് ജസ്കിയിലും കയറാ, അസ്കിയിലും കയറാ, എന്തിലും വേണമെങ്കിലും കയറാം. ഓൾറൈറ്റ്. ഇവിടെ ഇപ്പൊ ആരെയും കാണുന്നില്ലല്ലോ. രാവിലെ പുലർച്ചെ 6 മണി ആയിട്ടുള്ളൂ. അത് കാരണം ആരും വന്നിട്ടില്ല. ഒരു 9 മണിയൊക്കെ ആവുന്നതുകൊണ്ട് ഇവിടെ ഷോ തുടങ്ങാനായിട്ട്. എന്റെ മോനെ, ഇവിടെ ഇപ്പൊ ഇന്നലെ രാത്രി എന്തോ വലിയ പാർട്ടിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന്റെ ഡ്രിങ്ക്സും കൂൾ ഡ്രിങ്ക്സും ഫുഡുകളും കാര്യങ്ങളൊക്കെ. ഇതേ സ്പീക്കറാടാ. എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ ഗാനമേളയോ അതോ എന്തോ നടന്നിട്ടുണ്ട് ഇവിടെ.
കണ്ടോ എന്തോരാ സ്പീക്കറാ, ഇത്രയും വലിയ ഡി ജെ പാർട്ടിയായിരുന്നു. എന്റെ മോനെ, ഇവിടെ നോക്കടാ, ഇത് രാത്രി ലൈസറും ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ. അതുമാതിരി തന്നെ ദേ ഇവിടെ നോക്കിയ സ്റ്റേജിന്റെ മേലിലോ ഡി ജെ പരിപാടിയാ. ഈ സ്റ്റേജിന്റെ മേലോട്ട് ഇപ്പൊ എങ്ങനെയാണ് ഞാൻ കേറാനും പറ്റുന്നില്ല. സ്റ്റേജിന്റെ മേലോട്ട് കേറാൻ പറ്റത്തില്ല തോന്നുന്നത്. ഇതിന്റെ മേലെ ഡി ജെ പാർട്ടി, ഡി ജെ സബ്, മൈക്കൊക്കെ ഏതോ റാപ്പ് സിംഗറൊക്കെ വന്ന് പാട്ട് പാടി തോന്നുന്നുണ്ട് കേട്ടാ. അതുമാതിരി ഇവിടെ ഉണ്ട്, ദേ ഇവിടെ ഉണ്ട് ഫുഡ്. ഓ എടാ എന്തിനാടാ സ്പ്രിങ്, ഇതെന്തോ റേസിംഗിന് ഇവന്റാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. അതുമാതിരി തന്നെ ഇപ്പൊ ഇവിടെ ആരെയാണ് കാണാ, ഒരു മനുഷ്യനും ഇവിടെ ഇല്ലല്ല. ഇതെന്തുവാടാ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയാന്ന് തോന്നുന്നുണ്ട് കേട്ടാ. കൂളിംഗ് ഗ്ലാസ്, അതുമാതിരി ടോയ്സ് ടോയ്സ് ടോയ്സ്. എടാ ഇത് ബുഗാട്ടി അംബാസഡർ, പഴയ അംബാസഡർ. എന്റെ അളിയോ സൂപ്പറാ കുഞ്ഞിട്ടോയി. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഡ്രോണല്ലടാ ഇപ്പറക്കണത്. എന്റെ മോനെ, ഇത് നമുക്ക് നൈസായിട്ട് മോഷിച്ചാലോ? വേണ്ട വേണ്ട, മോഷണം തെറ്റാണ്. ഇവിടെ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്താണ് ഡോറിമോൻ എന്താ ഇവിടെ? ഡോറിമോനെ നീ എന്താ ഇവിടെ? ചിഞ്ചാനെ നീ വന്ന എടാ ചിഞ്ചാനെ, നീയാ പറഞ്ഞില്ലടാ ഇവിടെ വലിയ പരിപാടി നടക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു നീയും പ്രഗലിമാർക്ക് ഇന്നലെ വരുന്നു. എന്നാടാ നിങ്ങൾ ഇന്നലെ വരാഞ്ഞത്? എന്റെ ഡോറിമോനെ, നീ ഒന്ന് മൈൻഡ് ഇതാക്കാണ്ട് ടെൻഷൻ അടിക്കാണ്ട് കാര്യം പറ. ഇവിടെ എന്തുവാണ് പരിപാടി, എന്താണ് പ്രോഗ്രാം, ഒന്ന് കാര്യങ്ങളൊക്കെ തെളിയിച്ച് പറ. ഇന്നലെ നടന്ന എനിക്കറിയത്തില്ലായിരുന്നു. ഇന്നലെ ഞാനേ എന്റെ വീട്ടിലൊരു പശുപാമ്പ് തുടങ്ങി, അപ്പൊ അതിന്റെ ബിസിലായിരുന്നു. എടാ ചിഞ്ചാനെ, നമ്മുടെ സാൻഡി ഭാഗത്തുനിന്നല്ല ഒരു ഹെലികോപ്റ്റർ ജമ്പ് വരുന്നുണ്ട്. 10-15 ഹെലികോപ്റ്റർ നിരത്തി വെച്ച് അതിന്റെ മേലെ കൂടെ ജമ്പ് ചെയ്യണം. ഇതുവരെ ലോസ് ആൻജലസിൽ ഒരാള് പോലും ജയിച്ചിട്ടില്ല. പക്ഷേ 26 പേരാണ് ആ റാമ്പ് ജമ്പിൽ മരിച്ചേക്കണത്. അറിയോ? ജയിച്ചു കഴിഞ്ഞാല് ഏതോ ലക്ഷറി കാറാണ് കിട്ടാൻ പോണത്. അറിയോ നിനക്ക്? ഇത്രയും വലിയ റൈസറും ഇത്രയും വലിയ പ്രൊഫഷണൽ റൈസറായ ഫ്രാങ്ക്ലിൻ ബായ് ഇതറിഞ്ഞില്ലല്ലോ. ഫ്രാങ്ക്ലിൻ ബായ് ഇല്ലാത്ത റൈസോ അതങ്ങനെ ശരിയാകത്തില്ലല്ലോ. അതുമാതിരി തന്നെ നീ എന്താണ് രാവിലെ തന്നെ ഇവിടെ? ഞാനുണ്ടല്ലോ ഈ കാണുന്ന ലെജൻസ് എന്ന് പറഞ്ഞ ഗെയിം കളിക്കാൻ വേണ്ടി വന്നതാണ്. അതിന് കടക്കാരൻ വന്നിട്ടില്ലടാ. എടാ ഡോറിമോനെ, രാവിലെ 6:30 ആയിട്ടുള്ളൂ, 9:30 ആവണ്ടാ ഇവന്മാരൊക്കെ വരണെങ്കില്. ആരെ വിളിക്കുന്നുണ്ട്? ഡോറി ദേ വരുന്നു. ആരെ വിളിക്കുന്നുണ്ട്? ഫ്രാങ്ക്ലിൻ ബായ് തോന്നുന്നുണ്ട്. ഹലോ ഫ്രാങ്ക്ലിൻ ബായ്, പറ എന്ത് പറ്റി? എന്ത് പറ്റാനാ, ഇതിൽ കൂടുതൽ എന്ത് പറ്റാനായിട്ട്? അപ്പുറത്തെ വീട്ടിലെ ദാസപ്പൻ ചേട്ടന്റെ കൃഷി ഉണ്ടല്ല, ഈ അമ്മിണിക്കുട്ടി പശു ഉണ്ടല്ല, നിന്റെ അമ്മിണിക്കുട്ടി വന്ന് മൊത്തം അങ്ങ് കുളം തോണ്ടിയിട്ടുണ്ട്. എല്ലാ വാഴകളും അങ്ങ് കടിച്ചു മുറിച്ച് നിലത്തോട്ടിട്ടേക്കാണ്. ഫ്രാങ്ക്ലിൻ ബായ്, അമ്മിണി പശു അങ്ങനെ വഴിയില്ലല്ലോ. അമ്മിണി പശുവിന് ഞാൻ ഒരു ബണ്ടിന് മൊത്തം ഫുഡ് കൊടുത്തതാണ്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇന്നലെ ഞാന് 10 ബണ്ടില് വൈക്കോല് മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, ഒറ്റ വൈക്കോലും കാണുന്നില്ല. ഫ്രാങ്ക്ലിൻ ബായ്, എന്നാ പിന്നെ ഒരു സംശയം വേണ്ട, ഇരുന്നിട്ടുണ്ടാവും നമ്മുടെ അമ്മിണി പശു. എന്ത് തീറ്റയാടാ ഈ അമ്മിണി പശു. നീ ഒന്ന് പെട്ടെന്ന് വന്നേ, ഒരുപാട് പണികളുണ്ട്. അപ്പുറത്തെ വീട്ടിലെ ദാസപ്പൻ ചേട്ടന്റെ ഉണ്ടല്ലോ, എല്ലാ വാഴകളും വെട്ടി ക്ലീൻ ആക്കി കൊടുക്കണം. എന്റെ 7500 രൂപ പോയി നീ കാരണം. ഫ്രാങ്ക്ലിൻ ബായ്, എല്ലാ ഫ്രാങ്ക്ലിൻ ബഡിയിലേക്കൊക്കെ. ഫ്രാങ്ക്ലിൻ ബായ് വന്നിട്ട് ഒരു കാര്യം പറയാനിട്ടാ, ഒരു സസ്പെൻസ് ആണ്. സസ്പെൻസാ? എന്നാ വേമ്പ സസ്പെൻസ്. ആ വാക്ക് എനിക്ക് വളരെ ഫേമസ് ആയിട്ട് വളരെ ഇഷ്ടപ്പെട്ടുള്ള വാക്കാണ്. എടാ മോനെ ഫ്രാങ്ക്ലിന്, ദാസപ്പൻ ചേട്ടന്റെ 6500 രൂപ. അത് പിന്നെ തരാ വന്നിട്ട് തരാ പൈസ. 6500 രൂപ പോയ മനുഷ്യന് എന്താന്ന് നോക്കട്ടെ. ആ ഷിഞ്ചാൻ വരട്ടെ. എന്റെ സൈക്കിളിലെ ചെങ്ങലയും വിട്ട് ദേ ചോപ്പ എങ്ങോട്ട് ഓടിപ്പോന്ന്. ഇനി ആ സൈക്കിളിലെ ചെങ്ങല. ഫ്രാങ്ക്ലിൻ ബായ് ഇവിടെ നിൽക്കണല്ലോ. ഫ്രാങ്ക്ലിൻ ബായ് എനിക്ക് പുതിയൊരു ബൈക്ക് മേടിച്ചു തരോ? എന്റെ സൈക്കിള് കേടായി ഫ്രാങ്ക്ലിൻ ബായ്, ചെങ്ങല വിട്ട്. മൊട്ടത് മുളച്ചിട്ടില്ല, അവനപ്പത്തിനും ബൈക്ക് ചെങ്ങനെ പുതിയ സൈക്കിൾ മേടിച്ചതാ കേട്ടാ. ബൈക്കുമില്ല, കാറുമില്ല, ഒന്നുമില്ല. അവന് 8 വയസ്സുണ്ട്, എന്നിട്ട് അവന് ഈ ബൈക്ക് വേണമെന്ന്. 18 വയസ്സാവണം ലൈസൻസ് കിട്ടണമെങ്കിൽ. അറിയോ? എന്താണ് നിന്റെ സസ്പെൻസും കാര്യങ്ങളൊക്കെ പറ, എന്താണ്? അത് പിന്നെ ഫ്രാങ്ക്ലിൻ ബായ്, സാൻഡി ഭാഗത്തുണ്ടല്ല ഒരു സ്റ്റണ്ട് റൈസ് വരുന്നുണ്ട്. ആ സ്റ്റണ്ട് റൈസിൽ ഞാൻ ഫ്രാങ്ക്ലിൻ ബായുടെ പേര് കൊടുത്ത്. എങ്ങനെയുണ്ട്? ഈ ലോസ് ആൻജലസിലെ തോൽപ്പിക്കാൻ പറ്റാത്ത ഒരു റൈസർ ഫ്രാങ്ക്ലിൻ ബായ് മാത്രമല്ലോ. അതുകൊണ്ട് ഒന്നും നോക്കില്ല ഫ്രാങ്ക്ലിൻ ബായ്. ഫ്രാങ്ക്ലിൻ ബായ് പേരങ്ങ് കൊടുത്ത്. ഏത് മൂഡ് ഫ്രാങ്ക്ലിൻ ബായ്, റൈസർ മൂഡ്. എല്ലാ മത്സരത്തിലും നമ്മളല്ലേ ഫ്രാങ്ക്ലിൻ ബായ് കപ്പടിച്ചിരിക്കുന്നത്, അതുപോലെ ഇത് നമ്മൾ കപ്പടിക്കും. അപ്പൊ എങ്ങനെ ഫ്രാങ്ക്ലിൻ ബായ് പോവല്ലേ? ഷിൻജാനെ, ഈ റേസർ ഫ്രാങ്ക്ലിന് നല്ല രോമാഞ്ചം. നീ അത് പറഞ്ഞപ്പോള് നമുക്കിതൊക്കെ വിഷയമുള്ള കാര്യമാണോ? നമ്മുടെ ബാക്കിലുള്ള വണ്ടി ഏതാന്നറിയ നിനക്ക്? ഫ്രാങ്ക്ലിൻ ബായ്, ഒരുപാട് നാളത്തിന് ശേഷം നമ്മുടെ ഡ്യൂക്ക് ഇറക്കാൻ സമയമായി ഫ്രാങ്ക്ലിൻ ബായ്. അതും വെറും ഡ്യൂക്ക് അല്ല, ഡ്യൂക്ക് 390. അതേടാ ചിഞ്ഞാനെ, എന്നാ നീ വായോ, നമ്മുടെ ഡ്യൂക്ക് അങ്ങ് എടുക്കാം. കമോൺ
നമ്മുടെ ഗാരേജിലുള്ള ഡ്യൂക്ക് 390 ഒരുപാട് നാളത്തിന് ശേഷം അങ്ങനെ ഇറക്കാൻ പോണ്. ഈ ഡ്യൂക്ക് 390ക്ക് ഒരുപാട് ഫാൻസ് ഉള്ളത്. കമോൺ ഗൈസ്, ഡ്യൂക്ക് 390 ഇഷ്ടമുള്ളവര് എല്ലാവരും വീഡിയോ ലൈക്ക് അടിക്കുക. അതുമാത്രം തന്നെ 390 ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യുക. ചിഞ്ഞാനെ വന്ന് വണ്ടി കയറ്. സാൻഡി അല്ലട ചിഞ്ഞാനെ, നിന്റെ മഞ്ഞ ട്രൗസർ എവിടെ പോയി? അത് പിന്നെ ഫ്രാങ്ക്ലിൻ ഭായ് ഞാനുണ്ടല്ലോ കഴുകിയിട്ടു, ഉണങ്ങിയില്ല. ഫ്രാങ്ക്ലിൻ ഭായ് അതെ, ഈ റേസിനെ പറ്റി പറയണ്ടേ? ഫ്രണ്ട് പൊന്നാര ചിഞ്ഞാനെ, ഈ റേസ് ഒക്കെ നമ്മൾ ഇന്നും ഇന്നലെ കാണാൻ തുടങ്ങിയതാണ്. എത്ര നാളായി? ഫ്രാങ്ക്ലിൻ ഭായ് ഇത് അങ്ങനത്തെ റേസ് അല്ല. ചിഞ്ചാനെ നീ ഒന്നും പറയണ്ട. റേസ് ഞാൻ കണ്ടിട്ടുള്ള റേസ് ഒന്നും നീ ഇതുവരെ കണ്ടിട്ടില്ല. എന്നോട് നീ റേസിംഗ് പഠിപ്പിക്കാൻ വരല്ലേ? ഫ്രാങ്ക്ലിൻ ഭായ് പക്ഷെ ഇത് ഫ്രാങ്ക്ലിൻ ഭായ് വെച്ച റേസിംഗ് അല്ല. എടാ, ഈ റേസിംഗ് എന്ന് പറയുമ്പോ ഈ ഫ്രാങ്ക്ലിന് എല്ലാം അറിയാം. നമ്മുടെ അടുത്താണ്. മിണ്ടാണ്ടിരുന്നവടാ. ഇനി റേസിന് പോയി വിജയിച്ചിട്ടേ ബാക്കിയുള്ളൂ. ഉറപ്പാണല്ലോ ഫ്രാങ്ക്ലിൻ ഭായ്? ഫ്രാങ്ക്ലിൻ ഭായ് പങ്കെടുക്കുമല്ലോ. എടാ ചിഞ്ഞാനെ, ഈ ഫ്രാങ്ക്ലിൻ ഭായ് ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കും. അതെനിക്കറിയത്തില്ലേ? അവസാനം ഫ്രാങ്ക്ലിൻ ഭായ് വാക്ക് മാറ്റുമോ? എടാ ചിഞ്ഞാനെ, ഈ ഫ്രാങ്ക്ലിൻ വാക്ക് മാറ്റുന്ന രണ്ടാമത് ജനിക്കണം, അറിയോ? എന്നാ പിന്നെ ഫ്രാങ്ക്ലിൻ ഭായ് 100 110 വിട്ടോ. 390 അല്ലേ? ഓക്കെ, എന്നാ പിടിച്ചോ. സ്പീഡിൽ അങ്ങ് പോകാം. ലെറ്റ്സ് ഗോ. ഫ്രാങ്ക്ലിൻ ഭായ് പതിയപ്പോ ഡ്യൂക്കിലേക്ക് പോവാൻ പേടിയാണ്. ചത്തുപോവും. മരണ വണ്ടിയാണിത്, മരണ വണ്ടി. പതിയപ്പോ ഫ്രാങ്ക്ലിൻ ഭായ്. എടാ ചിഞ്ഞാനെ പിടിച്ചിരുന്നോടാ. 100 110 500 നമ്മൾ പോകാൻ പോണത്. അല്ലടാ ചിഞ്ഞാനെ, ഇതെന്നല്ലടാ വഴി. ഫ്രാങ്ക്ലിൻ ഭായ് ഇത് എങ്ങാണ് വഴി? ഗൂഗിൾ മാപ്പ് ഒരിക്കലും ചോദിക്കത്തില്ല. ലെഫ്റ്റ് 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 ലെഫ്റ്റ്. ലെഫ്റ്റ്. ലെഫ്റ്റ് എന്ന് പറയുമ്പോ ഇത് അവിടെ എന്തോ സാധനങ്ങളൊക്കെ കാണുന്നുണ്ടല്ല. ഫ്രാങ്ക്ലിൻ ഭായ് അതാണ് നമ്മുടെ ജമ്പിങ് ടെസ്റ്റ്. വെയിറ്റ്. ജമ്പിങ്ങാ? അതെന്തുവാടാ, എനിക്ക് മനസ്സിലായില്ല. ഫ്രാങ്ക്ലിൻ ഭായ് നേരെ കണ്ട അങ്ങോട്ടേക്ക് പോ. എത്ര ഹെലികോപ്റ്റർ ആണെന്ന് കണ്ട? 10-15 ഹെലികോപ്റ്റർ ഉണ്ട്. ഈ കാണുന്ന ഹെലികോപ്റ്ററിന്റെ മേലെ കൂടെ ഫ്രാങ്ക്ലിൻ ഭായ് ചാടിക്കണം. എടാ ഷിൻജാനെ, നീ എന്നോട് ഇത് പറഞ്ഞില്ലല്ലോ. ഫ്രാങ്ക്ലിൻ ഭായ് നിങ്ങൾ എന്താ എന്റെ അടുത്ത് പറഞ്ഞത്? ഈ ഫ്രാങ്ക്ലിൻ കാണാതെ റേസ് ഉണ്ടോന്ന് ഞാൻ പറയാൻ വേണ്ടി കുറെ വന്നപ്പോ ഫ്രാങ്ക്ലിൻ ഭായ് പറഞ്ഞു നീ മിണ്ടാണ്ടിരുന്നോ അവിടെ? ഫ്രാങ്ക്ലിൻ ഭായ്ക്ക് എല്ലാം അറിയാന്ന് അങ്ങനല്ലേ പറഞ്ഞത്? എന്നെ കൊണ്ട് പറയാൻ സമ്മതിച്ച? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ഹെലികോപ്റ്ററാ. ഇതിന്റെ മേലേക്കൂടെ ചാടിച്ചിട്ട് അതിക്കൂടാ. ഞാനൊന്നുമില്ല, ഞാൻ പോണേണ്. ഫ്രാങ്ക്ലിൻ ഭായ് നിങ്ങൾ പേടിച്ച് തോറ്റോടുകയാണോ? പേടിച്ച് തോറ്റോടാനാ? ഈ ഫ്രാങ്ക്ലിന്റെ മനസ്സില് പേടിച്ച് തോറ്റോടാനാ? ഒന്ന് പോടാ അവിടുന്ന്. പേടി എന്ന് പറഞ്ഞ വാക്ക് എന്റെ ഡിക്ഷണറിയിലേ ഇല്ല. ഓൾറൈറ്റ്, ഇവിടെ ആരൊക്കെയോ ഉണ്ടല്ലടാ മത്സരിക്കാനായിട്ട്. ഏതാടാ 3 കാറ്? ഫ്രാങ്ക്ലിൻ ഭായ് ജയിച്ചാ കിട്ടാൻ വണ്ടിയാണ് 3 എടാ വെയിറ്റ് ആക്ക്. ഞാൻ ആദ്യം നമ്മുടെ ഡ്യൂക്ക് അങ്ങ് ഇവിടെ പാർക്കട്ടെ. വെയിറ്റ്. കൊറേ ആൾക്കാരൊക്കെ ഉണ്ടല്ല. ഇത് കാണാത്ത കൊറേ പൊതുമുഖങ്ങളൊക്കെ ഉണ്ടല്ലോടാ ചിഞ്ഞാനെ തൊട്ടപ്പുറത്ത്. ജിമ്മിയൊക്കെ. സുഹൃത്തുക്കളെ, എല്ലാവർക്കും 2025 ദീപാവലിയെ പ്രമാണിച്ച് സ്പെഷ്യൽ റാം ജമ്പിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടാൻ പോകുന്നത് ഈ ഇതിന്റെ ഉള്ളിൽ കാണുന്ന ഒരു സർപ്രൈസ് വണ്ടിയും ഒരു ഗോൾഡൻ സമ്മാനവുമാണ്. അതുമാത്രം സെക്കൻഡ് പ്രൈസ് കിട്ടാൻ പോകുന്നത് ഇതിന്റെ ഉള്ളിലുള്ള ഒരു സീക്രട്ട് ഒരു വണ്ടിയും ഒരു ഗോൾഡൻ സമ്മാനവും. അതുമാതിരി തേർഡ് പ്രൈസ് കിട്ടുന്നത് ഇതും ഒരു വണ്ടിയും ഒരു ഗോൾഡൻ സമ്മാനമാണ്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ 3 വണ്ടിയും ലക്ഷറി ടൈപ്പ് വണ്ടികളാണ്. അതുകൊണ്ട് യാതൊരു ഇതും പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. തൊട്ടപ്പുറത്ത് കണ്ടോ ആ കാണുന്ന 15 ഹെലികോപ്റ്റർ നിങ്ങൾ ചാടിച്ച് ആ അറ്റത്തോട്ട് നിങ്ങൾ എത്തുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ കാണുന്ന വണ്ടികളും ഗോൾഡൻ സമ്മാനങ്ങളുമായിരിക്കും. അപ്പോ റെഡി അല്ലേ? അച്ഛാ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ 15 ഹെലികോപ്റ്റർ ഉണ്ടെന്ന്. എടാ ജിമ്മി, നിന്നെ കൊണ്ട് പറ്റൂടാ. സൂപ്പർ ബൈക്ക് അല്ലേ നീ? പപ്പയുടെ മാനം കാക്കണം കേട്ടോ. ഐ എം സോ പ്രൗഡ് ഓഫ് യു ജിമ്മി. എന്നെ കൊലക്ക് കൊടുത്തിട്ടാണ് ഐ ആം സോ പ്രൗഡ് ഓഫ് യു എന്ന് പറയണത്. ഈ മത്സരം ഞാൻ തന്നെ ജയിക്കും, നോക്കിക്കോ. നോക്കിയിരുന്നോടാ മൊട്ടത്തലിയ, നീ ജയിക്കുന്ന പോടാ അവിടുന്ന്. ആരും ജയിക്കത്തില്ല, ഞാനേ ജയിക്കത്തുള്ളൂ. 44 മോഡല് സൂപ്പർ ബൈക്കാണ്. കണ്ടാ ഒരാളും ജയിക്കത്തില്ല. ഈ ഫ്രാങ്ക്ലിൻ ഡ്യൂക്ക് 390 കൊണ്ട് വന്നത് വെറുതെ പുട്ടും കടല ഉണ്ടാക്കാനല്ല, റേസിൽ പങ്കെടുത്ത് മത്സരം ജയിക്കാനാണ്. 15 അല്ല 100 ഹെലികോപ്റ്റർ വന്നാലും
ഈ ഫ്രാങ്കിൽ ചാടിച്ചിരിക്കും. ആ എന്നാ കാണാം. എടാ കാണാവടോ കാണാ, തന്റെ വണ്ടി കണ്ട, എന്തു വണ്ടിയാണത്? ആരാടാ എന്റെ വണ്ടിയെ പറ്റി ഊറ്റാൻ പറയണത്? നല്ല അടിപൊളി വണ്ടിയാണത്, കണ്ടാ ഫ്രാങ്ക്ലിൻ ഭായി? അയാൾ കണ്ട ഫ്രാങ്ക്ലിൻ ഭായി ഏതോ സ്കൂട്ടർ ആക്റ്റീവ് ഒക്കെ എടുത്ത് വന്നേക്കണത്. ഈ റാബ് ജമ്മിന് ഫസ്റ്റത്തെ ഹെലികോപ്റ്റർ പോലും കടന്നു പോകത്തില്ല. നോക്കാവടോ, നോക്കാം നമുക്ക്. എടാ ചിഞ്ചാനെ, അയാള് എന്തിനാണ് അയാള് പങ്കെടുക്കുന്നത് മത്സരത്തിലൊക്കെ? കോമഡി ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറവാൻ ചാടിക്കാൻ റെഡി ആയിക്കോളൂ. ചാടിക്കൂ. പപ്പാ ഒരു ഓൾ ദ ബെസ്റ്റ് പറ പപ്പ. ഓൾ ദ ബെസ്റ്റ് മോനെ ജിമ്മിക്കുട്ടോ. സമ്മാനം നമുക്ക്. പപ്പ പേടിക്കണ്ട, പാപ്പയുടെ മോൻ ജിമ്മി ജയിച്ചിട്ടേ വരത്തുള്ളൂ. ഈ 15 ഹെലികോപ്റ്റർ ഒക്കെ നമുക്ക് നിസ്സാരാണ്. എന്റെ പപ്പയുടെ മാനം കാക്കണം. ഈ ജിമ്മിയുടെ അടുത്താണ് അവന്മാരുടെ കളി. ഓയ് here we go, let's go on your mark, get set, go. പപ്പയുടെ മോൻ ഇതാ സമ്മാനം കൊണ്ട് ഇപ്പൊ വരും. പപ്പ ചാടിക്കുന്നു, ഇതാ പിടിച്ചോ. കമോൺ. ഓ ഷിറ്റ്, എന്റെ മോനെ നമ്മൾ തോറ്റലടാ. എത്ര ഹെലികോപ്റ്റർ കടന്നു? 1 2 3 4 5 6 7 8 9 ഹെലികോപ്റ്റർ. പക്ഷെ ആരും 9 ഹെലികോപ്റ്റർ കടന്നില്ലെങ്കിൽ ഫസ്റ്റ് ഞാൻ തന്നെ ആയിരിക്കും. ഹാവോ ദൈവമേ, ആരും കടക്കാണ്ടിരിക്കണേ. 9 ഹെലികോപ്റ്റർ കടന്നുകൊണ്ട് നമ്മുടെ ജിമ്മി. അപ്പോ 9 മേലെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഫസ്റ്റ് പ്രൈസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഏറ്റവും കൂടുതൽ ഹെലികോപ്റ്റർ ചാടിക്കാൻ പറ്റണം, അതായിരിക്കും ഈ റേസ്. അപ്പൊ അടുത്ത ആള് പറ്റ്ലു. ഈ മത്സരത്തില് നമ്മളെ ജയിക്കത്തുള്ളൂ. കാണുമ്പോ ഒരു കൂളർ വണ്ടി ആയിരിക്കും, പക്ഷെ ഈ വണ്ടിയുടെ സ്പീഡും കാര്യങ്ങളൊന്നും ആർക്കും അറിയത്തില്ല. ഈ റേസിൽ ഞാൻ തന്നെ വിജയിക്കും. അന്നൊരു മോട്ടോര് സമ്മാനമായിട്ട് ആ കാർ അങ്ങ് ഞാൻ കൊടുക്കും, സർപ്രൈസ് ആയിട്ട്. ലെറ്റ്സ് ഗോ. ഗോ. ഇതാ മത്സരത്തിന് ആ ജിമ്മിയുടെ വെട്ടിക്കാനായിട്ട് ഞാനിതാ വരുന്നു. ജിമ്മി, നിനക്ക് എത്ര ഹെലികോപ്റ്റർ ചാടിക്കാൻ പറ്റിയത്? ഇന്നാ പിടിച്ചോടാ. 12 ഹെലികോപ്റ്റർ ആണ് ഈ പറ്റ്ലു ജയിച്ചത്. കണ്ടോ? ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവമാണ് നടന്നേക്കണത്. 12 ഹെലികോപ്റ്റർ ആണ് പറ്റ്ലു ചാടിച്ചേക്കണത്. നെക്സ്റ്റ് ആള്. എല്ലാവരും നോക്കിക്കോടോ, നിങ്ങൾ എന്താ പറഞ്ഞത്? ഇത് വെച്ചിട്ട് തോറ്റു പോകുന്നു. നിങ്ങൾക്കറിയാത്തൊരു കാര്യമുണ്ട് ഈ വണ്ടിയില്. കാണുമ്പോ ഇത് രാപ്പൂപ്പ വണ്ടിയാണ്. ഇതിൽ നടക്കാമോ സസ്പെൻസും ട്വിസ്റ്റും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ മത്സരത്തിൽ ഞാനേ ജയിക്കത്തുള്ളൂ. ഇന്നാ പിടിച്ചോ, ഇന്നാ. നിങ്ങൾ വിചാരിക്കും ഇത് പതിയെ പോകത്തുള്ളത്. നോക്കിക്കോടാ, ഒരു സർപ്രൈസ് കാണിച്ചു തരാം. ഇന്നാ പിടിച്ചോ. മക്കളെ, ഇന്നാ. എന്റെ പൊന്നോ, എവിടെയാണ് നമ്മളെത്തിയത്? 13 ഹെലികോപ്റ്റർ കടന്നു. യെസ്, ഫസ്റ്റ്. നമ്മൾ ഫസ്റ്റ്. അൺബിലീവബിൾ. 13 ഹെലികോപ്റ്റർ കടന്നുകൊണ്ട്. അത് ഒരു വിഷയം സസ്പെൻസ് തന്നെയായിരുന്നു. അലമ്പ് വണ്ടിയും കൊണ്ട് വന്നിട്ട് ഫസ്റ്റ് അടിക്കാൻ പോകുന്നു. ഇത് എന്റെ മോനെ. ഫ്രാങ്ക്ലിൻ ഭായ്, അത് കണ്ടായിരുന്ന? ലൈറ്റോ ഫ്രാങ്ക്ലിൻ ഭായ്, അത് കണ്ടായിരുന്ന നിങ്ങള്? എന്റെ പൊന്നു. എടാ ഞാൻ കണ്ടോ, ഞാൻ ഉദ്ദേശിച്ച ഒരു ഹെലികോപ്റ്റർ കടക്കത്തില്ല. അത് ഇതിപ്പോ 13 14 ഹെലികോപ്റ്റർ അല്ലേ കടന്നു പോയത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ അടുത്താണ് കളി. ഈ റേസിംഗ് ബൈക്ക് 1980 റേസറാണ് ഞാൻ. ഇവന്മാർക്കൊന്നും അറിയത്തില്ല ഈ റേസറിനെ പറ്റിയിട്ട്. ഞാൻ കാണിച്ചു കൊടുക്കാം ഇതിൽ ആരാണ് വിജയിക്കാൻ പോണെന്ന്. അവന്മാർക്ക് അറിയാത്ത പല ഐഡിയകളും പല വിദ്യകളും എനിക്കറിയാം. ഇന്നാ പിടിച്ചോ. ലെറ്റ്സ് ഗോ. ഇതിൽ മത്സരത്തിൽ നമുക്ക് തന്നെയായിരിക്കും ഫസ്റ്റ്. കമോൺ. ഈ മത്സരത്തിൽ നമ്മളായിരിക്കും വിജയിക്കാൻ പോണത്. ലെറ്റ്സ് ഗോ. ഈ റേസറിന്റെ അടുത്താണ് കളി. കമോൺ. ഷിറ്റ്. ഒരു ഹെലികോപ്റ്റർ കൂടെ കടക്കാണ്ടായിരുന്നുള്ളൂ. ഒരു ഹെലികോപ്റ്റർ കൂടെ കടക്കാണ്ടായിരുന്നുള്ളൂ. ഓ മൈ ഗോഡ്. പക്ഷെ ഇതിനെ വെട്ടിക്കാൻ ആരും ഉണ്ടാവത്തില്ല, അത് എനിക്ക് അറിയാം. വാവ്, അൺബിലീവബിൾ. ആ റൈസർ 44 14 ഹെലികോപ്റ്റർ ആണ് കടന്നേക്കുന്നത്. ഫ്രാങ്ക്ലിൻ, ഇനി നിങ്ങൾക്ക് 15 ഹെലികോപ്റ്റർ കടന്നാലേ വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഓൾ ദ ബെസ്റ്റ്. ഫ്രാങ്ക്ലിൻ ഭായ്, നമ്മൾക്കാണ് ജയിക്കാൻ പറ്റുമോ നാശിഞ്ചാനെ? നിനക്ക് ഈ ഡ്യൂക്ക് 390 പറ്റി അറിയാഞ്ഞിട്ടാണ്. ഓൾ ദ ബെസ്റ്റ് പറയണം മൈക്കിളെ. അവന്റെ മോൻ തോറ്റടാ. ഏറ്റവും അവസരം അവന്റെ മോനാണ്. ഇതാണ് അഹങ്കരിച്ചു കഴിഞ്ഞാൽ നടക്കാൻ പോണത് അതായിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും ചിഞ്ഞാനെ അങ്ങ് കാട്ടിക്കൊടുക്കാം.
ലെറ്റ്സ് ഗോ കണ്ടറാ ചിഞ്ഞാനെ. ഫ്രാങ്ക്ലിൻ ഭായി നൈറ്റ് നിങ്ങൾ എന്ന് കയറ്റി? ആ അതൊക്കെ അങ്ങ് കയറ്റി. കണ്ട 100 ഹെലികോപ്റ്റർ നമ്മളിപ്പോ എവിടെ നിൽക്കും ചിഞ്ഞാനെ? ആകാശത്ത്. ഫ്രാങ്ക്ലിൻ ഭായി ഇത് പറക്കുവോ? ഇത് പറക്കത്തില്ല ചിഞ്ഞാനെ. പിടിച്ചിരുന്നോടോ ചിഞ്ഞാനെ. അതിന്റെ പൊന്നോ എങ്ങനെയുണ്ടാ ചിഞ്ഞാനെ? സെറ്റല്ലേ? ഫ്രാങ്ക്ലിൻ ഭായി എന്നാലും നിങ്ങളോ? എടാ ഞാൻ പറഞ്ഞില്ലേ ഡ്യൂക്ക് വെച്ചിട്ട് സിമ്പിൾ ആയിട്ടാണ് നമ്മൾ വിജയിച്ചത്. നമ്മളെടുത്താണ് കളി. ഇതൊക്കെ ചിഞ്ഞാനെ കണ്ട കല്ലിന്റെ മേലേക്കൂടെ മല മേലേക്കൂടെ ഒക്കെ പുട്ട് പോലെയാണ് ഈ ഡ്യൂക്ക് അങ്ങ് കയറി പോണത്. ഫ്രാങ്ക്ലിൻ ഭായി എന്നാ പിന്നെ സമ്മാനം മേടിക്കാൻ പോ. മേടിക്കാൻ പോ ഗൈസ്. എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ 3 വണ്ടിയില് നമുക്ക് ഏത് വണ്ടിയാണ് കിട്ടാൻ പോണേന്ന്, അതായത് ആ നടുക്കിലത്തെ വണ്ടിയായിരിക്കും നമുക്ക് കിട്ടാൻ പോണത്. അത് ഏത് വണ്ടിയാണെന്ന് നിങ്ങൾ കറക്റ്റ് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് നമ്മൾ ആ വണ്ടിയിൽ നെക്സ്റ്റ് വീഡിയോയിൽ അൺബോക്സ് ആണെന്നായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അപ്പൊ നിങ്ങളുടെ പേരായിരിക്കും വണ്ടിയുടെ നമ്പർ പ്ലേറ്റിൽ കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്തായാലും ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ചെയ്യുക ഏതാണ് വണ്ടിയെന്ന്. പുതിയൊരു കിടക്കാച്ച വീഡിയോ പാർട്ട് 2 ആയിട്ട് കാണുമായിരിക്കും. ബൈ ഗൈസ്.